ഗാസയിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി എത്തിയ ഈജിപ്റ്റ് പ്രതിനിധികൾ തങ്ങൾക്ക് ബന്ദികളുടെ പേര് വിവര പട്ടിക നൽകണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തരാം എന്ന് പറഞ്ഞ ഹമാസ് തീവ്രവാദികൾ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കാരണമായി അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇപ്പോൾ ബന്ദികൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച്. കാരണം ഇവരുടെ കൂടെ തന്നെയുള്ള മറ്റ് പല തീവ്രവാദ സംഘടനകൾക്കും ഈ ബന്ദികളെ ഇവർ വിഭജിച്ച് നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരിപ്പോൾ എവിടെയാണെന്നോ അവർ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും ആർക്കും അറിയില്ല. എന്തിന് ഹമാസ് നേതാക്കൾക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തില്ലെങ്കിൽ, അതായത് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അതിഭീകരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും ഹമാസിന് ഇപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്ന് അവർക്ക് തന്നെ അറിയില്ല ഈ ബന്ദികൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ്. സ്ത്രീകളെയും കുട്ടികളെയെല്ലാം ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ഹമാസ് ഭീകരർ പുരുഷന്മാരോട് കാട്ടുന്നത് അതിലും ക്രൂരതയാണ്. ദിവസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ മർദ്ദിക്കുക, കുളിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ കൃത്യങ്ങളും ഇവർ പുരുഷന്മാരോട് ചെയ്യുന്നുണ്ട്. പ്രായമായ പലരും ഇതിനോടകം തന്നെ ഒരുപക്ഷെ ഇവരുടെ മർദ്ദനമുറകളിൽപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. നാസി തടങ്കൽ പാളയങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അതിക്രൂരവും നിഷ്ഠൂരവുമായ മർദ്ദനമുറകളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്.